നമസ്തേ. ജൂലൈ 29 ഭാരതമെമ്പാടും ശ്രീ ഗുരുപൂർണിമ ആഘോഷം നടക്കുകയാണ്. ലോക ഗുരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഭഗവാൻ വേദവ്യാസൻ്റെ സ്മരണയെ നിലനിർത്തിക്കൊണ്ടാണ് ശ്രീ ഗുരുപൂർണിമ ആഘോഷം നമ്മുടെ സമൂഹം ഇന്ന് ആചരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്സവങ്ങളിൽ ശ്രീ ഗുരുപൂജ മഹോത്സവത്തിന് വലിയ പ്രാധാന്യം നൽകി വരുന്നു. സംഘത്തിൻ്റെ ശാഖകളിലൂടെ നടത്തപ്പെടുന്ന ശ്രീ ഗുരുപൂർണിമ മഹോത്സവത്തിൻ്റെ സന്ദേശം നൽകുന്നത് ശ്രീ കാഭ സുരേന്ദ്രൻ. അദ്ദേഹം 1973 കോട്ടയം ജില്ലയിൽ മാടപ്പാട് ശാഖയിൽ നിന്ന് സ്വയംസേവകനായി. 1988 മുതൽ പ്രചാരകനായിട്ടുള്ള അദ്ദേഹം ചങ്ങനാശ്ശേരി, ആലത്തൂര്, ആലുവ താലൂക്ക് പ്രചാരക് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു. 1995 മലപ്പുറം, വയനാട് ജില്ലകളുടെ ജില്ലാ പ്രചാരക് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിന് ശേഷം 1999 മുതൽ 2018 വരെ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ പ്രവർത്തിച്ചു. 2018 മുതൽ സംയുക്ത കേരളത്തിൻ്റെ പ്രാന്ത കാര്യാരി സദസ്യൻ എന്നുള്ള ചുമതലയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം കുരുക്ഷേത്ര പ്രകാശൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള ചുമതലയിൽ പ്രവർത്തിച്ചു വരുന്നു. ദക്ഷിണ കേരളത്തിൻ്റെ പ്രാന്ത കാര്യാരി സദസ്യനായിട്ടുള്ള ശ്രീ കാഭ സുരേന്ദ്രനാണ് ഇന്ന് ഗുരുപൂർണിമയുടെ സന്ദേശം എല്ലാവർക്കും നൽകുന്നത്. നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. ക്ഷണികമാമുപവന സുമങ്ങൾ അല്ല വേണ്ടു പൂജനാർത്ഥം. വേണമുത്കടഭക്തി ശ്രദ്ധ പൂർണ്ണമാനസനരുസുമങ്ങൾ. നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. ദേവി തന്നഭിഷേകമതിനായി ദേവഗംഗാവാരി പോരാ. ധ്യേയ ചിന്താനിരത യുവജന ഹൃദയ ശോണിത ഗംഗ വേണം. നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. മാതൃവദനേ ദീപ്തി വീശാൻ നെയ്വിളക്കുകളല്ല വേണ്ടു. വേണമതിനായി വൻ തപസ്സിൻ ജ്വാല വീശും ജീവശിഖകൾ. നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. ചാമരം വെൺകുടകളിവയാൽ പ്രീതയാകാ ഭാരതാംബ. എന്നു നിൽപ്പൂ മാതൃസവിതേ ശതശതം നരപുങ്കവന്മാർ. അന്നു ദേവി പ്രസന്നയാകും പൊൻയുഗത്തിൻ നാമ്പു വിടരും. നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം, നവ്യമാമൊരു പൂജ ചെയ്യാം. നമസ്കാരം. ധർമ്മേച അർത്ഥേച കാമേച മോക്ഷേച ഭരതർഷഭ യദി ഹാസ്തി തദന്യത്ര
എന്നെ ഹാസ്തി ന തത് ക്വചിത്. ഇത് മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സംബന്ധിച്ച് ഇതിലുള്ളതിൽ ചിലത് ചിലയിടത്ത് കണ്ടേക്കാം, ഇതിലില്ലാത്തത് മറ്റെങ്ങും കാണില്ല. മഹാഭാരതത്തെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രപഞ്ചത്തിലെ സർവമാന ജീവ രഹസ്യങ്ങളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും ഒക്കെ ഇത്രയും സമഗ്രവും വിപുലവുമായി പറഞ്ഞ ആ വ്യാസഭഗവാന്റെ ജന്മദിനത്തിലാണ് നമ്മൾ ഗുരുപൂജ ആഘോഷിക്കുന്നത്. വ്യാസജയന്തിയെയാണ് ഗുരുപൂജയായിട്ട് ഭാരതത്തിലെമ്പാടും എല്ലാ കാലവും ആഘോഷിച്ചു വരുന്നത്. അതിന് ഇങ്ങനെ പറയാൻ ആത്മവിശ്വാസവും ശക്തിയുമുള്ള ഒരു ഗുരു എന്നുള്ള നിലയിലാണ് വ്യാസഭഗവാനെ സർവ ഗുരുക്കന്മാരുടെയും ഗുരുവായും ആ വ്യാസജയന്തിയെ ഗുരുപൂജാ ദിനമായും ആഘോഷിക്കുവാൻ കാരണം, ഭാരതത്തിലെ ഗുരുപൂജ എന്ന് പറയുന്നത്, ഗുരു സങ്കല്പം എന്ന് പറയുന്നത്, ഭാരതത്തിൻ്റെ മഹത്തായ എല്ലാ സംസ്കാരവും ഏതെങ്കിലും ചില സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൽ ഏറ്റവും ഉയർന്ന സങ്കല്പം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുസങ്കല്പം തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് ആ മനുഷ്യനെ, സാധാരണ നിലയ്ക്കുള്ള മനുഷ്യനെ, അവന് തിരിച്ചറിവുള്ള വിവേകമുള്ള സമ്പൂർണ്ണ മനുഷ്യനാക്കി വളർത്തുന്നത് ഗുരുവാണ്. വഴികാട്ടി എന്നുള്ള നിലയിൽ ഗുരുവാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. ഈശ്വരന് പോലും മേലെയാണ് ഗുരുവിന് ഭാരതത്തിൽ കൽപ്പിച്ചിരിക്കുന്ന സങ്കല്പം. കാരണം ഈശ്വരൻ ഉണ്ടെന്നോ ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒക്കെയുള്ള അറിവും ധാരണയും ഒക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തെളിച്ചു തരുന്നത് ഗുരുവാണ് എന്നുള്ളത് കൊണ്ടാണ് ഗുരു സങ്കല്പം ഏറ്റവും മേലെ ആണ് എന്ന് പറയാൻ കാരണം. മറ്റെല്ലാം അറിയുന്നതിനും തനിക്ക് പുറത്തുള്ള, തന്നിൽ നിന്നോ തനിക്ക് പുറത്തോ ഉള്ള സർവ്വതിനെക്കുറിച്ചുമുള്ള അറിവ് പകർന്നു തരുന്ന ആൾ എന്ന നിലയിലാണ് ഗുരു ഏറ്റവും ശ്രേഷ്ഠനായി മാറുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം. ആദ്യത്തെ ഗുരു അമ്മയാണ്, പിന്നെ അച്ഛനാണ്, പിന്നെ ഗുരുവാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യൻ ഒരു പ്രാകൃത മനുഷ്യനാണ്. ജനിക്കുമ്പോൾ വെറും പ്രാകൃത മനുഷ്യനാണ്, പ്രകൃതിയാൽ ഉണ്ടാകുന്നത്. ആ പ്രാകൃത മനുഷ്യനെ സംസ്കൃത മനുഷ്യനാക്കി മാറ്റുന്നത് ഗുരുവാണ്. അത്തരം ഒരു, അല്ലെങ്കിൽ ചിലരിപ്പം പാശ്ചാത്യ വീക്ഷണം അനുസരിച്ച് പറഞ്ഞെന്നാൽ മനുഷ്യൻ ഒരു ജീവിയാണല്ലോ, ഒരു ജന്തുവാണ്. ഇപ്പം ജന്തു ആയി ജനിക്കുന്ന ഒരു പ്രാകൃത മനുഷ്യനെ സമ്പൂർണനായ മനുഷ്യത്വമുള്ള മനുഷ്യനാക്കി മാറ്റുന്നത് ഗുരുവാണ് എന്നർത്ഥം. ആ വളർത്തലിൽ മാതാവും പിതാവും പങ്കാളിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഗുരുസ്ഥാനത്തിന് അർഹമാവുന്നുള്ളൂ. അവർ കുട്ടിയെ പ്രസവിക്കുകയും അല്ലെങ്കിൽ വളർത്തുകയും ഈ പറയുന്ന മനുഷ്യത്വത്തിലേക്ക് കുഞ്ഞിനെ വളർത്താതിരിക്കുകയും ചെയ്താൽ മാതാപിതാക്കന്മാർ ഗുരുസ്ഥാനത്തിന് അർഹരല്ലാതെയായി മാറും. അപ്പോൾ മാതാവ് ആണ് ആദ്യത്തെ ഗുരു എന്ന് പറയുമ്പോൾ ജനിച്ചു വീഴുന്ന ശിശുവിന് തനിക്ക് പുറത്തുള്ള ഈ പ്രാപഞ്ചികമായ വീക്ഷണങ്ങളെക്കുറിച്ചും സാമൂഹികമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണകളെയും ഒക്കെ പകർന്നു നൽകുന്നത് ആ മനുഷ്യ വികാസത്തിന് വേണ്ട ആദ്യ പടികൾ കടത്തിക്കൊണ്ടു പോകേണ്ടത് മാതാവും പിതാവുമാണ്. അതുകൊണ്ടാണ് അവരെ ആദ്യ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അവരത് ചെയ്താൽ മാത്രമേ അവർ ആദ്യ ഗുരുക്കന്മാരായി മാറുകയുള്ളൂ. മാനുഷിക ഭാവങ്ങൾ അത് മാതാപിതാക്കളിൽ നിന്നാണ് ആദ്യം കിട്ടേണ്ടത്. അതിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിക്കുന്നതാണ് ഗുരു. പ്രാകൃതമായി ജനിക്കുന്ന ഒരു മനുഷ്യൻ, മാനുഷിക ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മാനുഷിക ഭാവങ്ങളാണ്. പ്രാകൃതമായ മനുഷ്യനിൽ മനുഷ്യഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കപ്പെടണമെന്നില്ല. ഇപ്പോൾ സ്നേഹം, ദയ, കാരുണ്യം, സേവനം, ത്യാഗം, സമർപ്പണം, വിനയം, ഇതെല്ലാം ഈ മനുഷ്യത്വത്തിൻ്റെ അടയാളങ്ങളാണ്. ഇപ്പം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ ഉണർത്തുകയും ആ കൂടുതൽ നല്ല മനുഷ്യനാക്കുകയും ചെയ്യുമ്പോഴാണ്, അവരുടെ ഉള്ളിലുള്ള ഈ മാനുഷിക ഭാവങ്ങളെ പരിപോഷിപ്പിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ മനുഷ്യരായോ പൂർണ്ണ മനുഷ്യരായോ വികസിക്കുന്നത്. അങ്ങനെ ഒരു പരിശീലനം മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഗുരുവിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രാകൃത മനുഷ്യൻ അധമ മനുഷ്യനായി പരിണമിക്കുകയും രാക്ഷസീയ മനുഷ്യനായി നശിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രാകൃത മനുഷ്യനായി ജനിക്കുന്ന ഓരോ ശിശുവിനെയും സമ്പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ ഭാവങ്ങളെ ഉണർത്തുന്നത്, സമ്പൂർണ്ണമായും ഈ മനുഷ്യഭാവത്തെ ഉണർത്തുന്ന ആൾ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ള പൂർണ്ണമായ ആ
ധാരണയെ, പ്രപഞ്ചബോധത്തെ, ആത്മബോധത്തെ ഉണർത്തുന്ന ആൾ എന്ന നിലയിലാണ് ഗുരുവിൻ്റെ സ്ഥാനം ഏറ്റവും മഹത്വമുള്ളതായി മാറുന്നത്. മഹാദാനങ്ങളിൽ ഇപ്പോൾ അന്നദാനം, ജീവദാനം എന്നൊക്കെ പറയുന്ന മഹാദാനങ്ങൾ 4 എണ്ണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിജ്ഞാനദാനം ആണ് മറ്റൊന്ന്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. കാരണം താൻ ആരാണെന്ന് തിരിച്ചറിയിക്കുന്ന ആ പ്രവർത്തന പ്രക്രിയയാണ് ഏറ്റവും മഹത്വമുള്ളതായി മാറുന്നത്. താൻ മനുഷ്യനാണെന്നും തൻ്റെ ഉള്ളിലെ പൂർണ്ണതയെ ആവിഷ്കരിക്കേണ്ടതാണെന്നും ഉള്ള അവബോധത്തെ സൃഷ്ടിക്കുന്ന ആളാണല്ലോ യഥാർത്ഥത്തിലൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, യഥാർത്ഥത്തിലൊരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആ പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആൾ എന്നുള്ള നിലയിലാണ് ഗുരു ഏറ്റവും പ്രസക്തനായി മാറുന്നതും ഗുരു ഏറ്റവും ശ്രേഷ്ഠനായി മാറുന്നതും. ഇവ പകർന്നു നൽകാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗുരുകുലങ്ങളിലല്ല വിദ്യാഭ്യാസം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞെന്നാൽ അത് യഥാർത്ഥത്തിൽ ആ പണി ചെയ്യേണ്ട, ആ പ്രക്രിയ അല്ല, ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അധ്യാപകരാണ്. ഇന്നത്തെ അധ്യാപകർ ഈ പറയുന്ന തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും പൂർണ്ണ മനുഷ്യനാക്കി മാറ്റാനുള്ള ശ്രദ്ധ നൽകുന്നുണ്ടോ, അതല്ല ആ വിദ്യാർത്ഥിയെ രാക്ഷസ മനുഷ്യരാക്കി മാറ്റുന്നുണ്ടോ. രാമായണത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അറിവുള്ള രാക്ഷസന്മാർ എന്നൊരു പ്രയോഗം വിശ്വാമിത്രൻ പ്രയോഗിക്കുന്നുണ്ട്. അറിവുള്ള രാക്ഷസരാക്കി മാറ്റുകയാണോ അധ്യാപകർ വിദ്യാർത്ഥികളെ ചെയ്യുന്നത്, അതല്ല അവരെ അറിവും വിജ്ഞാനവും ഒക്കെയുള്ള പൂർണ്ണ മനുഷ്യരാക്കി വികസിപ്പിക്കുകയാണോ? അതാണ് ഇക്കാലത്ത് ഏറ്റവും പ്രസക്തം. അധ്യാപകർ യഥാർത്ഥ ഗുരുക്കന്മാരായി പരിണമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രസക്തമായ കാര്യം. അതിനപ്പുറം മറ്റൊന്നുകൂടിയുണ്ട്. അങ്ങനെ അധ്യാപകരെ യഥാർത്ഥ ഗുരുക്കന്മാരാക്കി മാറ്റുന്നതിൽ മാതാപിതാക്കൾ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരാണ്. അവർ ഇങ്ങനെ ഒരു യഥാർത്ഥ അധ്യാപകനാവാൻ, ഗുരുവാകാൻ, വഴികാട്ടിയാവാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന പ്രശ്നമുണ്ട്. അതിന് അധ്യാപകർ തയ്യാറാവണം, അവരതിന് യോഗ്യരായി മാറണം. അത് അനുവദിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും കൂടി ചെയ്യുമ്പോഴാണ് ഇന്നത്തെ വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകർ യഥാർത്ഥ ഗുരുക്കന്മാരായി പരിണമിക്കുന്നത്. ജന്തുവായി ജനിക്കുന്ന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗുരു എന്ന് വിളിക്കുന്നതും. ഗുരു എന്ന സംഘം, രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുപൂജ ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? സംഘവും ഒരു ഗുരുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പരമപവിത്ര ഭഗവധ്വജം. 3 ഗുണങ്ങളാണ് നാം സ്വീകരിച്ചിരിക്കുന്ന ഗുരുസങ്കല്പത്തിൽ ഉള്ളത്. അത് ജ്ഞാനം, ത്യാഗം, സമർപ്പണം. ഈ 3 ഗുണങ്ങൾ ഉണ്ട് അതിൽ ആരോപിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭഗവ പതാകയെ സംഘം ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. അറിവിൽ നിന്നാണ് മറ്റ് 2 ഗുണങ്ങളും ഉണ്ടാവുകയുള്ളൂ. ത്യാഗവും സമർപ്പണവും സാധിക്കണമെങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായി ഒരു മനുഷ്യൻ വളരണമെങ്കിൽ അതിനാദ്യം വേണ്ടത് അറിവാണ്. അറിവിൽ നിന്നേ ത്യാഗികൾ ഉണ്ടാവുകയുള്ളൂ. അറിവിൽ നിന്നേ സമർപ്പണ ഭാവത്തെ ഉത്തേജിപ്പിക്കാനും ഉണർത്താനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ അറിവിനെ ഉപാസിക്കുന്നവരായി ഓരോ സ്വയം സേവകനും മാറണം, ഓരോ മനുഷ്യനും മാറണം. സ്വയം സേവകൻ മാത്രമല്ല, ഓരോ മനുഷ്യനും മാറണം. അറിവിനെ ഉപാസിച്ച് എന്തിനെയാണോ ഉപാസിക്കുന്നത് അതായി തീരുകയാണല്ലോ. ഉപാസിക്കുന്നതിൻ്റെ, ഒരു വസ്തുവിനെ ഉപാസിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായി തീരാനാണ്. അറിവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളായി പരിണമിക്കുക എന്നാണ്. ആ അറിവ് നേടിയതിൻ്റെ ലക്ഷണമാണ് ത്യാഗം എന്നുള്ളതും സമർപ്പണം എന്നുള്ളതും. ത്യാഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റേതായ സുഖമോ സമ്പത്തോ ഒക്കെ ത്യജിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടാത്തത് ഉപേക്ഷിക്കുന്നത് ത്യാഗമല്ല. എനിക്ക് വേണ്ടതാണ്, അനിവാര്യമാണ്. അത് പക്ഷേ എനിക്ക് ആവശ്യമുണ്ടായിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സുഖത്തിന് വേണ്ടി അത് ത്യജിക്കണം. അപ്പോഴാണ് ഒരാൾ ത്യാഗിയായി മാറുന്നുള്ളൂ എന്നർത്ഥം. ഇന്ന് ഈ ഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറകളിൽ ഈ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം സുഖം ത്യജിക്കുന്ന, സ്വന്തം സമ്പത്ത് ത്യജിക്കുന്ന ഭാവം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് വളർത്താൻ കഴിയണം. അത് വളർത്താൻ കഴിയുമ്പോഴാണ് കൂടുതൽ ആ ത്യാഗത്തിൻ്റെ പൂർണ്ണതയിലാണ് സമർപ്പണത്തിലേക്ക് എത്തുന്നത്. ത്യാഗിയായ മനുഷ്യനെ സമൂഹത്തിന് അംഗീകാരമുണ്ടാവുകയുള്ളൂ. അത്തരം ഒരാളുടെ ജീവിതമേ അർത്ഥപൂർണമാവുകയുള്ളൂ. ഭാരതം ത്യാഗികളുടെ നാടാണ്. ത്യാഗികളെയാണ് നമ്മൾ ഓർക്കുന്നത്. ആദരപൂർവം ആലോചിക്കുന്നതും ഓർക്കുന്നതുമൊക്കെ അത്തരം ത്യാഗികളെയാണ്. സമർപ്പണം എന്ന് പറയുന്നത് ത്യാഗമല്ല, അത് രണ്ടും രണ്ടാണ്. സമർപ്പണം എന്ന് പറഞ്ഞെന്നാൽ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഉപേക്ഷിക്കലാണെന്നാണ്, അല്ലെ കൊടുക്കലാണെന്നാണ്.
ഇത് രണ്ടുമല്ല സമർപ്പണം. യഥാർത്ഥത്തിൽ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ ഞാൻ ഉപേക്ഷിച്ചു എന്നാണോ അർത്ഥം? കുടുംബത്തിൻ്റെ ക്ഷേമം ഞാൻ ഏറ്റെടുത്തു എന്നാണോ? രാഷ്ട്രത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? രാഷ്ട്രകാര്യം ഏറ്റെടുക്കുകയാണോ? ഇപ്പോൾ സമർപ്പണം എന്നുള്ളത് ത്യാഗത്തിൽ നിന്നും അപ്പുറമുള്ള മറ്റൊരു സങ്കല്പമാണ് എന്നർത്ഥം. ഏറ്റെടുക്കുകയാണ്. രാഷ്ട്രകാര്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു, എൻ്റെ മുഖ്യ കാര്യമായി അഥവാ എൻ്റെ എല്ലാമായി രാഷ്ട്രകാര്യത്തെ ഏറ്റെടുക്കുന്നു, സംഘകാര്യത്തെ ഏറ്റെടുക്കുന്നു എന്നാണ് സമർപ്പണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരാദർശത്തിന് വേണ്ടി സമർപ്പിക്കുന്നു തൻ്റെ ജീവിതം. ഒരു ആദർശത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ആദർശം ഏറ്റെടുക്കുകയാണ് എന്നർത്ഥം. അത് പക്ഷേ വാക്കുകൊണ്ട് പറഞ്ഞെന്നാൽ അതൊരു സ്വഭാവമായി, അതൊരു സംസ്കാരമായി മാറില്ല. അത് പൂർണ്ണമാക്കാൻ, ആ മനോഭാവത്തെ പൂർണ്ണമാക്കാൻ, ആ സംസ്കാരത്തെ സമ്പൂർണ്ണമാക്കാനാണ് സംഘശാഖയിൽ ഗുരുദക്ഷിണ ചെയ്യുന്നത്. അത് ത്യാഗമല്ല, സമർപ്പണമാണ്. കൊടുക്കാൻ, തൻ്റേതായത് മുഴുവൻ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം, രാഷ്ട്രകാര്യത്തിന് വേണ്ടി, സംഘകാര്യത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള മനോഭാവം സൃഷ്ടിക്കുന്നതിനാണ്, അത് പൂർത്തീകരിക്കുന്നതിനാണ് ഗുരുദക്ഷിണ എന്നുള്ളത്. അത് ചെയ്തുണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. ചെയ്തുണ്ടാവുക എന്ന് പറഞ്ഞെന്നാൽ പരിശീലനം ആവശ്യമാണ് എന്നർത്ഥം. ഞാൻ നേടിയത് മുഴുവൻ സമർപ്പിക്കാൻ കഴിയണേ, അതൊരു വാക്കുകൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് സംഘത്തിൻ്റെ ശാഖയിൽ ചൊല്ലാറുള്ള ഒരു സുഭാഷിതമുണ്ടല്ലോ, ജലമഭ്യാസയോഗേന ശൈലാനാം കുരുദേക്ഷയം കർക്കശാനാം മൃദുസ്പർശം കിം അഭ്യാസാൻ ന സാധ്യതേ. വെള്ളം തുടർച്ചയായി പതിച്ചിട്ട്, അതായത് കൊടിയ മഴ പെയ്യുമ്പോൾ വലിയ പർവ്വതങ്ങളിൽ നിന്നും മണ്ണും കല്ലും ഒലിച്ചൊലിച്ചത് ചെറുതായിക്കൊണ്ടിരിക്കും. കാലങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷെ അത് ചെറുതായി മാറും. തുടർച്ചയായ ജലപതനം കൊണ്ട് പരുപരുത്ത പാറകളെ മിനുസമുള്ളതാക്കി മാറ്റും. പൊട്ടിത്തെറിച്ച് കഷ്ണമായി തെറിച്ച് വീഴുന്ന പാറക്കഷണം വൈരമുള്ളതായിരിക്കും, മൂർച്ചയുള്ളതായിരിക്കും, കയ്യിലെടുത്താൽ മുറിയും. അത് പക്ഷേ വെള്ളത്തിലൂടെ ഒഴുകി തട്ടിയും മുട്ടിയും അവസാനം ആ കരിങ്കൽ കഷണം നല്ല മിനുസമുള്ളതായി മാറും. തുടർച്ചയായ പരിശീലനം കൊണ്ട് സാധിക്കാത്തതായി എന്തുള്ളൂ എന്നാണ് സുഭാഷിതകാരൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഗുരുദക്ഷിണ സമർപ്പണത്തിലൂടെ, ഈ ഗുരുദക്ഷിണ ചെയ്യുന്നതിലൂടെ ഈ സമർപ്പണ ഭാവത്തെ പൂർത്തീകരിക്കുകയാണ്. ആ മനോഭാവത്തിലേക്ക് നമ്മൾ വികസിക്കുകയാണ്, വളരുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്ന് പറയുന്നത് വിനയമാണ്. അഹങ്കാരവും സമർപ്പണവും കൂടിപ്പോവില്ല, ഒന്നിച്ചു പോകുന്നതല്ല. സമർപ്പിതമാകുന്നു തൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, സമർപ്പിക്കുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വിനയത്തോടു കൂടിയേ ചെയ്യാൻ പറ്റൂ. തല കുമ്പിട്ട് വിനയത്തോടും പ്രാർത്ഥനയോടും കൂടി മാത്രം ചെയ്യുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതല്ലാത്തതൊന്നും സമർപ്പണമല്ല, കൊടുക്കലാണ്. കൊടുക്കുന്നത് അഹങ്കാരം കൊണ്ടാണ്. ഞാൻ എൻ്റേത്, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു. ആഢ്യോഭിജനവാനസ്മി കോ അന്യോസ്തി സദൃശോ മയ എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീതയിൽ ആസുരീ സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആരാണ് എന്നൊക്കെ അറിയാമോ, ഞാൻ എന്തിനും പോന്നവനാണ് എന്നുള്ള മട്ടിൽ, അത് അഹങ്കാരമാണ്. അഹങ്കാരമുള്ളിടത്ത് സമർപ്പണമുണ്ടാവില്ല. സമർപ്പണ ഭാവം ഉണ്ടാകണമെങ്കിൽ അഹങ്കാരവും കൂടി ത്യജിക്കേണ്ടി വരും. അപ്പോൾ അഹങ്കാരം ത്യജിക്കുന്നതിലൂടെയാണ് സമർപ്പണം ഉണർത്തുന്നത് എന്നർത്ഥം. അതിനുകൂടി കണക്കാക്കിയാണ് ഈ ഗുരുദക്ഷിണ ചെയ്യുന്നത്. സമർപ്പണത്തിൻ്റെ ഭാവം വിനയമാണ്. ഗുരുപൂജ ചെയ്യുന്ന ഓരോ വ്യക്തിയും, ഓരോ സ്വയംസേവകനും വിനയാന്യുതനും കൂടിയായി മാറണം എന്നർത്ഥം. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും വിനയമുള്ള ആളായി നാം പരിണമിക്കുമ്പോഴാണ് ഗുരുപൂജ അർത്ഥപൂർണമാകുന്നതും അത് യഥാർത്ഥ ആദർശമായി പരിണമിക്കുന്നതും ശരിയായ ഗുരുപൂജയായി മാറുന്നതും. നമസ്കാരം.